വരുമ്പോൾ ആ ദുരന്തങ്ങളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുള്ള ദുആയാണ്, പ്രാർത്ഥനയാണ് ഈ വൈകുന്നേര സമയത്ത് നമുക്ക് നടത്താറുള്ളത്. അതോടൊപ്പം ഈ നിൽക്കുന്ന നിങ്ങളുടെയൊക്കെ ബന്ധപ്പെട്ട ആളുകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളായി റമദാൻ കാലത്ത് പ്രയാസം അനുഭവിക്കുകയാണ്. വളരെ വേദനയോടെ ദുഃഖത്തോടെ ആ രോഗികളുടെയൊക്കെ ശിഫാക്ക് വേണ്ടി വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി പെരുന്നാളിൻ്റെ മുമ്പ് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു ഈ നൃത്തം കൂടുതൽ നിൽക്കേണ്ടി വരാത്ത വിധത്തിൽ എത്രയും പെട്ടെന്ന് കുടുംബത്തിൽ അണയാൻ, നാട് പിടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി വിവിധ ആളുകൾ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം 1800 അതിനോടടുത്തോ അതിലേറെയോ ആളുകൾ എല്ലാ ദിവസവും നോമ്പ് തുറക്കുകയും നിരവധി ആളുകൾക്ക് അത്താഴം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ വർഷങ്ങളായി തുടർന്നു വരുന്ന ഈ സംവിധാനത്തിന് ഉദാരമതികളായ നിരവധി ആളുകളുടെ നീണ്ട കൈകളുണ്ട്. ആ കരങ്ങൾക്ക് ബർക്കത്ത് ലഭിക്കാൻ, അവരുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ പ്രത്യേകിച്ച് നമുക്ക് ദുആ ചെയ്യണം. പ്രത്യേകിച്ച് അത്തോളി സർക്കിൾ SYSന്റെ വകയാണ് ഇന്നത്തെ കടി, അല്ലേ, പലഹാരം. അവരിൽ പലരും വളരെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, വലിയ സംഭാവനകൾ നൽകിയവരുണ്ട്. മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ നല്ല ഒരു പരിപാടി, നല്ലൊരു സാന്ത്വന സേവന കാരുണ്യ പരിപാടി നിന്റെ പൊരുത്തത്തിലായി, പരലോകത്ത് കൂലി കിട്ടുന്ന സൽക്കർമ്മമായി, ആത്മാർത്ഥതയുള്ള അമലായി